Hello students, welcome back to physics class. Today we are going to start our fifth chapter, work, energy and power. In this chapter we discuss about work, energy and power. In our earlier classes we know that what is mean by a force. എന്താണ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം. എന്താണ് ഒരു ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടി നമ്മളൊരു ബോഡിയുടെ മുകളിൽ അപ്ലൈ ചെയ്യുന്ന എക്സേർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫോഴ്സ് എന്ന് പറയുന്നത്. ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലാണ് എന്ത് ചെയ്യുക, നമുക്കൊരു ആക്ടിവിറ്റി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കൊരു ഒബ്ജക്റ്റിനെ നമുക്ക് മൂവ് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒബ്ജക്റ്റിന് മുകളിൽ എന്ത് ചെയ്യണം, ഫോഴ്സ് കൊടുക്കണം. നമുക്ക് ഏതൊരു ആക്ടിവിറ്റി ചെയ്യണമെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യണം, ഒരു ഫോഴ്സ് അവിടെ അപ്ലൈ ചെയ്യേണ്ടി വരുന്നുണ്ട്. സം കേസസ് ഇപ്പോൾ നമ്മളായിരിക്കും ഫോഴ്സ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ഫ്രീ ഫോളിൻ്റെ കേസൊക്കെ പറഞ്ഞു. ഫ്രീ ഫോളിൽ ആരാണ്, എർത്താണ് അവിടെ ഫോഴ്സ് അട്രാക്ട് ചെയ്തത്. എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണമാണ് ഒരു ഒബ്ജക്റ്റ് എർത്തിലേക്ക് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഏത് ഒബ്ജക്റ്റ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മളൊരു ട്രോളി പുള്ള് ചെയ്യുകയാണെങ്കിൽ അവിടെ ആരാ ഫോഴ്സ് കൊടുക്കുന്നത്, ആ പുള്ള് ചെയ്യുന്നത് അല്ലെങ്കിൽ പുഷ് ചെയ്യുന്ന ആ ഒരു പേഴ്സണാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു ഫോഴ്സ് അവിടെ അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഫ്രീ ഫോളിൻ്റെ കേസാണെങ്കിൽ അവിടെ അല്ലെങ്കിൽ ഒരു ഫ്രീ ഫോൾ മീൻസ് ഒരു കോക്കനട്ട് താഴോട്ട് വീഴാണ്, അവിടെ അതിൻ്റെ എർത്താണ് അവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഏതൊരു ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിലും അവിടെ എന്ത് വേണം, ഫോഴ്സ് അവിടെ അപ്ലൈ ചെയ്യണം. നിങ്ങൾ ബുക്കിൽ സം ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ആക്ടിവിറ്റി, ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട് ABC എന്ന് പറഞ്ഞാൽ. ഫസ്റ്റ് ഫിഗറിൽ എന്താണ്, ഒരു ബോയ് എന്താണ് ഒരു ക്രിക്കറ്റ് ബോൾ ഹിറ്റ് ബോയ് ഹിറ്റ് ബൈ ക്രിക്കറ്റ് ബോൾ ഹിറ്റ് ബൈ എ പേഴ്സൺ, അല്ലെങ്കിൽ ഹിറ്റ് ബൈ ഒരു ബാറ്റ് യൂസ് ചെയ്തിട്ട് ഒരു ബോൾ ഒരു ക്രിക്കറ്റ് ബോളിനെ ഹിറ്റ് ചെയ്യാണ്. സെക്കൻഡ് എന്താണ്, എ മാൻ പുഷിങ് എ ട്രോളി, ഒരു ട്രോളി എന്ത് ചെയ്യണം, ഒരു മാൻ ഒരു ട്രോളി പുഷ് ചെയ്യാണ്. തേർഡ് ഫിഗർ, എ മാൻ പുഷിങ് എ വോൾ, ഒരു വോൾ എന്ത് ചെയ്യുന്നുണ്ട്, പുഷ് ചെയ്യുന്നുണ്ട്. ഈ മൂന്ന് കേസിലും ആരൊക്കെയാണ്, എന്താണ് അവിടുത്തെ സോഴ്സ് ഓഫ് അപ്ലൈഡ് ഫോഴ്സ്. അപ്ലൈഡ് ഫോഴ്സിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ആരാണ്, ഫസ്റ്റ് കേസിൽ ഒരാൾ ബോൾ ഒരു ബാറ്റ് യൂസ് ചെയ്ത് ക്രിക്കറ്റ് ബോൾ ഹിറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ആരാണ് സോഴ്സ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്, ഈ ക്രിക്കറ്റ് ബാറ്റ് യൂസ് ചെയ്ത് ആരാണോ ഹിറ്റ് ചെയ്യുന്നത് ആ ഒരു ബോയാണ് അവിടുത്തെ എന്ത് ചെയ്യുന്നുണ്ട്, ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സോഴ്സ് എന്ന് പറയുന്നത് ആ ഒരു ബോയാണ്. സെക്കൻഡ് കേസിലോ ട്രോളി പുഷ് ബൈ ഒരു മാൻ എന്ത് ചെയ്യുക, ട്രോളി പുഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു പേഴ്സൺ, അപ്പോൾ ആ പുഷ് ചെയ്യുന്ന ആ പേഴ്സണാണ് അവിടെ ഫോഴ്സിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ വോൾ പുഷ് ചെയ്യുന്ന സമയത്തും ആരാണ് പുഷ് ചെയ്യുന്നത് ആ പേഴ്സണാണ് അവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. സോഴ്സ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് ആ പേഴ്സണാണ്. ഇപ്പോൾ ഒരു നെക്സ്റ്റ് നിങ്ങൾ ഇതിൽ കുറിച്ചു ഫോളിങ് ഓഫ് എ മാംഗോ, ഒരു മാംഗോ ഫോൾ ചെയ്യുന്നുണ്ട്. അവിടെ ആരാണ് സോഴ്സ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്താണ്. കാരണം അവിടെ എർത്തിൻ്റെ ഗ്രാവിറ്റേഷൻ കൊണ്ടുണ്ടാവുന്നത്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ടാണ് അത് എർത്തിലേക്ക് മാംഗോ ഫോളോ ചെയ്യുന്നത്. സോ അവിടുത്തെ സോഴ്സ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് എർത്താണ്. അപ്പോൾ ഇവിടെ ഓരോ ആക്ടിവിറ്റിയിലും ആരുണ്ട്, ഒരു സോഴ്സ് ഓഫ് ഫോഴ്സ് വരുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം, ഈ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഒബ്ജക്റ്റിന് ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കുന്നുണ്ടോ എന്നാണ് നമുക്കിനി നോക്കാനുള്ളത്. ഇപ്പോൾ ഫസ്റ്റ് കേസിൽ എന്താണ്, ആ ഒരു കുട്ടി ഒരു ക്രിക്കറ്റ് ബോളിനെ ഹിറ്റ് ചെയ്യുന്നുണ്ട്. ആ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ആ ബോൾ എന്നിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു ബോളിന് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കുന്നുണ്ട്. നമ്മൾ ഏത് ഡയറക്ഷനിലായിട്ടാണോ നമ്മൾ ബാറ്റ് യൂസ് ചെയ്ത് ഹിറ്റ് ചെയ്യുന്നത് ആ ഡയറക്ഷനിലോട്ട് എന്ത് ചെയ്യും, ആ ബോളിനൊരു ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഫോഴ്സ് കൊടുക്കുന്ന അതേ ഡയറക്ഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കുന്നുണ്ട്. നെക്സ്റ്റ് സിറ്റുവേഷനിലോ മാൻ പുഷിങ് എ ട്രോളി പുഷ് ചെയ്യുന്നുണ്ട്. ആ കേസിലും എങ്ങനെ തന്നെയാണ്, അയാൾ എങ്ങോട്ടാണോ പുഷ് ചെയ്യുന്നത് ആ ഡയറക്ഷനിലോട്ട് എന്ത് ചെയ്യുന്നത്, ആ ട്രോളി എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട്. അത് ഫോഴ്സ് കൊടുക്കുന്ന സെയിം ഡയറക്ഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒബ്ജക്റ്റ് അതിനൊരു ഡിസ്പ്ലേസ്മെൻറ്റും കൂടെ അവിടെ സംഭവിക്കുന്നുണ്ട്. എന്നാൽ മൂന്നാമത്തെ കേസിലോ എ മാൻ പുഷിങ് എ വോൾ, ഒരു വോൾ പുഷ് ചെയ്യുന്നുണ്ട്. അയാൾ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, പക്ഷേ ആ വോളിന് എന്തെങ്കിലും സംഭവിക്കും. നമ്മളൊരു ചുമരിൽ നമ്മൾ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചുമർ അവിടെ ആ വോൾ എന്ത് ചെയ്യും, അതിൻ്റെ പൊസിഷനിൽ എന്തെങ്കിലും ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കും, മുന്നോട്ട് പോവുക അല്ലെങ്കിൽ എന്തെങ്കിലും, അതായത് ആ വോളിൻ്റെ പൊസിഷൻ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുന്നുണ്ടോ, ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കുന്നുണ്ടോ, ഇല്ല. ആ കേസിൽ എന്താണ്, ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, പക്ഷേ അതിൻ്റെ റിസൾട്ടായിട്ട് ഒരു ഡിസ്പ്ലേസ്മെൻറ്റും അവിടെ ആ ഒബ്ജക്റ്റിന് സംഭവിക്കുന്നില്ല. സോ ഇവിടെ നമ്മൾ ഫോഴ്സ് എല്ലാ കേസിലും നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, പക്ഷേ ചില കേസുകളിൽ എന്താണ്, ഫോഴ്സ് കൊടുക്കുന്നതിൻ്റെ റിസൾട്ടായിട്ട് ഒബ്ജക്റ്റിന് ഡിസ്പ്ലേസ്മെൻറ്റും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ബോളിൻ്റെ കേസിൽ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, പക്ഷേ അവിടെ എന്തെന്നില്ല, ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കുന്നില്ല. നമ്മൾ ഈ നേരത്തെ രണ്ട് പറഞ്ഞ കേസിലും എന്താണ്, ഫോഴ്സ് കൊടുക്കുന്ന സെയിം ഡയറക്ഷനിൽ തന്നെ എന്തുണ്ട്, ഒരു ഡിസ്പ്ലേസ്മെൻറ്റും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു വർക്ക്, ആദ്യമായി നമ്മൾ ചാപ്റ്ററിന് സ്റ്റാർട്ടിങ്ങിൽ പഠിക്കുന്ന ടോപ്പിക് അതാ വർക്കാണ്.
വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മളൊരു ഫോഴ്സ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഒരു ഒബ്ജക്റ്റിന് മുകളിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഒബ്ജക്റ്റിന് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്ത അതേ ഡയറക്ഷനിൽ എന്തെങ്കിലും ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ വർക്ക് നടന്നു എന്ന് പറയാം. അപ്പോൾ നമ്മളൊരു ബോൾ നമ്മൾ അല്ലെങ്കിൽ ഒരു ഈ ടാബിൾ നമ്മൾ പുഷ് ചെയ്യാണ്. ആ പുഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഡയറക്ഷനിലോട്ടാണ് നമ്മൾ പുഷ് ചെയ്യുന്നത്, നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത്. അപ്പോൾ ടാബിളിൽ നമ്മൾ ഫോഴ്സ് കൊടുത്ത് അതേ ഡയറക്ഷനിൽ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു വർക്ക് നടന്നു എന്ന് നമുക്ക് പറയാം. ഇനിയല്ല, ഇപ്പോൾ നമ്മളൊരു വോള് നമ്മൾ പുഷ് ചെയ്യുന്നത് ഒരു വോളാണ്, ടാബിളല്ല വോളാണ്. ഈ വോളിൽ നമ്മൾ ഈ ഒരു പൊസിഷൻ ഇങ്ങോട്ട് നമ്മളൊരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്തെങ്കിലും ഈ വോളിന് ഈ ഒരു ഡയറക്ഷനിലോട്ട് എന്തെങ്കിലും ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്കവിടെ ഒരു വർക്ക് നടന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതായത് ഒരു ഫോഴ്സ് ഇവിടെ ഒരു വർക്ക് നടന്നിട്ടില്ല. കാരണം നമ്മളൊരു ഫോഴ്സ് കൊടുത്തു, ആ ഫോഴ്സിൻ്റെ റിസൾട്ടായിട്ട് ആ ഒബ്ജക്റ്റിന് ഫോഴ്സ് കൊടുത്ത് അതേ ഡയറക്ഷനിൽ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, അവിടെ ഒരു വർക്ക് നടന്നു എന്ന് പറയാൻ സാധിക്കുള്ളൂ. നമ്മളോട് ഫോഴ്സ് ഫസ്റ്റ് കേസിൽ നമുക്ക് പറയാം ഒരു വർക്ക് അവിടെ നടന്നിട്ടുണ്ട്. കാരണം ഇവിടെ ഫോഴ്സ് കൊടുത്തു, സെയിം ഡയറക്ഷനിൽ ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുകയും ചെയ്തു, ഒബ്ജക്റ്റ് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ സെക്കൻഡ് കേസിൽ നമ്മൾ വോളിൽ നമ്മൾ പുഷ് ചെയ്യുന്ന സമയത്ത് ആ വോളിൽ നമ്മൾ ഫോഴ്സ് കൊടുത്തു, പക്ഷേ ആ ഡയറക്ഷനിൽ എന്ത് ചെയ്യുന്നില്ല, ആ വോളിന് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നില്ല. സോ അവിടെ വർക്ക് നടന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് ഈസ് ടു ബി ഡൺ ഓൺലി വെൻ എ ബോഡി അണ്ടർഗോ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദി അപ്ലൈഡ് ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു വർക്ക് നടന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ കേസിൽ നമ്മൾ പറഞ്ഞു ഏതൊക്കെ കേസിലാണ് ഇപ്പോൾ നമുക്കിവിടെ വർക്ക് നടന്നു പറയാൻ സാധിക്കുക. ഫിഗർ എ നമുക്ക് പറയാം അവിടെ ഒരു വർക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം അവിടെ ഒബ്ജക്റ്റിന് നമ്മൾ ക്രിക്കറ്റ് ബോൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഹീറ്റ് ചെയ്യുന്ന ഡയറക്ഷനിൽ ക്രിക്കറ്റ് ബോളിന് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്. ഫിഗർ ബിയിലും നമുക്കൊരു വർക്ക് അവിടെ നടന്നു എന്ന് പറയാം. കാരണം അവിടെ ട്രോളി പുഷ് ചെയ്യുന്ന പൊസിഷനിൽ നിന്നുണ്ട് ആ ട്രോളി മുന്നോട്ട് പോകുന്നുണ്ട്. മൂന്നാമത്തെ കേസിൽ ആ ബോൾ പുഷ് ചെയ്യുന്ന സമയത്ത് അവിടെ വർക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് നടന്നിട്ടില്ല. കാരണം അവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്തു, പക്ഷേ അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് നടന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ വെച്ചിട്ട് ആ ടേബിൾ 5.2 ഒന്ന് ഫില്ല് ചെയ്യാം. ഡിസ്പ്ലേസ്മെൻറ്റ് ടേക്ക് പ്ലേസ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ദി ഫോഴ്സ് അപ്ലൈ ചെയ്ത ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റ് നടന്നിട്ടുള്ളതിൽ അതിൽ ഏതൊക്കെ ആക്ടിവിറ്റീസിലാണ് ഡിസ്പ്ലേസ്മെൻറ്റ് നടന്നിട്ടുള്ളത് അവിടെ എഴുതുക. അതുപോലെ നോ ഡിസ്പ്ലേസ്മെൻറ്റ് ഫോർ ദ ബോഡി ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് അപ്ലൈ ചെയ്ത ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇല്ലാത്തത് ഏത് കേസിലാണോ അതും അവിടെ എഴുതുക. നമുക്ക് ഇവിടുന്ന് നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? ഒരു ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്തു, ആ ഫോഴ്സിൻ്റെ റിസൾട്ടായിട്ട് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് അവിടെ ആ ഒബ്ജക്റ്റിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അവിടെ ഒരു വർക്ക് നമുക്ക് നടന്നു നമുക്ക് പറയാം. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ വർക്കിനെ നമ്മൾ പറഞ്ഞു, വർക്കിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു. ഈ വർക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എന്തൊക്കെ ഫാക്ടേഴ്സാണ് ആ വർക്കിനെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അതുപോലെ വർക്ക് നമുക്ക് എത്രത്തോളം വർക്ക് അവിടെ നടന്നു നമുക്ക് കണ്ടെത്താനുള്ള ഇക്വേഷൻ നമുക്ക് എങ്ങനെ ഡിറൈവ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ, എ ബോയ് pushed an object of mass 30 kg horizontally across a floor through 50 meter. ഒരു ബോയ് ഒരു ഒബ്ജക്റ്റിനെ ഇതൊരു ഒബ്ജക്റ്റാണ് അല്ലെങ്കിൽ ഒരു ടാബ്ലാണെന്ന് കൺസിഡർ ചെയ്യുക. അതിൻ്റെ മാസ് 30 kg ആണ്. 30 kg ഉള്ള ഒരു ഒബ്ജക്റ്റാണ് ടാബ്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്ജക്റ്റിനെ കൺസിഡർ ചെയ്യുക. ഒരു ബോയ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ഒബ്ജക്റ്റിനെ പുഷ് ചെയ്യുന്നുണ്ട് ഹൊറിസോണ്ടലി ഇതിനെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ എന്ത് ചെയ്യാണ്? പുഷ് ചെയ്യാണ് ത്രൂ അക്രോസ് എ ഫ്ലോർ ത്രൂ 50 meter. 50 meter ആണ് ആ ഒരു ഒബ്ജക്റ്റിന് ആ ഒരു ബോയ് പുഷ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു 30 kg ഉള്ള മാസിനെ 50 meterൽ എന്ത് ചെയ്യുന്നുണ്ട്? 50 meter ആദ്യം 30 kg ഉള്ള മാസ് ഇവിടെ ആയിരുന്നു. 50 meter അതെന്ത് പുഷ് ചെയ്തു. ആ പുഷ് ചെയ്യാൻ 50 meter ആണ് അതിനെന്ത് ചെയ്തത്? ആ ഒരു ബോയ് പുഷ് ചെയ്തിട്ടുള്ളത്. 50 meter പുഷ് ചെയ്തു, ആ ഒബ്ജക്റ്റിനെ ഇവിടെ ഈ പൊസിഷനിൽ എത്തിച്ചു, ബി പറഞ്ഞ പൊസിഷനിലെത്തി. നെക്സ്റ്റ് അനദർ ബോയ് പുഷ് ആൻ ഒബ്ജക്റ്റ് ഓഫ് മാസ് 30 kg. ഇത് ഫസ്റ്റ് ബോയിൻ്റെ കേസ്. സെക്കൻഡ് ഒരു ബോയ് 50 kg മാസുള്ള ഒരു ഒബ്ജക്റ്റിനെ 50 kg മാസുള്ള ഒരു ഒബ്ജക്റ്റിനെ പുഷ് ചെയ്ത് 50 മീറ്ററിനെയാണ് ആ ബോയും പുഷ് ചെയ്യുന്നത്. സെയിം ഡിസ്റ്റൻസ് ആണ് പുഷ് ചെയ്തത്. 50 meter പുഷ് ചെയ്തു, ഈ ഒരു പൊസിഷനിലേക്ക് പുഷ് ചെയ്തു. 50 meter പുഷ് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് കേസിൽ മാസ് 30 kg ആണ്. സെക്കൻഡ് കേസിൽ അത് 50 kg ആയിട്ട് ഇൻക്രീസ് ചെയ്തു. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് നടന്നിട്ടുള്ളത് അത് സെയിം ദൂരത്തിലേക്കാണ് അതിനെ പുഷ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് 30 kg ഉള്ള ഒബ്ജക്റ്റിനെയും 50 meter ആണ് പുഷ് ചെയ്തിട്ടുള്ളത്. അതുപോലെ
50 kg ഉള്ള ഒബ്ജക്റ്റിനെയും 50 മീറ്റർ തന്നെയാണ് പുഷ് ചെയ്തിട്ടുള്ളത്. ബോത്ത് ഓഫ് ദം ഗേവ് സെയിം സ്പീഡ് ഫോർ മൂവിങ് ഒബ്ജക്റ്റ്. രണ്ടും ഒരേ സ്പീഡിലാണ് അവർ പുഷ് ചെയ്തിട്ടുള്ളത്. ഹൂ അപ്ലൈ ദ ഗ്രേറ്റർ ഫോഴ്സ്? ഇവിടെ ആരാണ് കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുള്ളത്? ഇവിടെ ഏതിനാണോ അപ്പോൾ നമ്മൾ എങ്ങനെ ഇവിടെ കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് നമ്മൾ എങ്ങനെ കണ്ടെത്തുക? കൂടുതൽ ഫോഴ്സ് നമ്മൾ ഇത് നോക്കിയാൽ നമുക്ക് ഇതിൽ നോക്കിയിട്ട് പറയുന്നില്ല ഏതിലായിരിക്കും കൂടുതൽ ഫോഴ്സ്, ഏത് ബോയി ആയിരിക്കും കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടി വരുന്നത്? മാസ് ഏതിനാണോ കൂടുതൽ ആ ബോയി ആയിരിക്കും എന്ത് ചെയ്യുക കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടി വരുന്നത്. ഇവിടെ 30 kg 50 kg ആണ് വരുന്നത്. സോ എന്തിൻ്റെ ഇവിടെ 50 kg ഉള്ള ഒബ്ജക്റ്റ് മാസിൽ ഒബ്ജക്റ്റിനെ പുഷ് ചെയ്യാനായിരിക്കും എന്ത് ചെയ്യുക കൂടുതൽ ഫോഴ്സ് അവിടെ അപ്ലൈ ചെയ്യേണ്ടി വരുന്നത്. ഇൻ വിച്ച് കേസ് ദ വർക്ക് ഗ്രേറ്റർ? ഏത് കേസിലാണ് വർക്ക് ഗ്രേറ്റർ എന്ന് പറയാം. അപ്പോൾ നമുക്കിവിടെ വർക്ക് കണ്ടെത്താനുള്ളൊരു ഇക്വേഷനാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു, ആ ഫോഴ്സിൻ്റെ റിസൾട്ടായിട്ട് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് വർക്ക് നടന്നു എന്ന് പറയാം. അപ്പോൾ വർക്ക് കണ്ടെത്താനുള്ള ഇക്വേഷനാണ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. എസ് ആണ് ഡിസ്പ്ലേസ്മെൻറ്റിനെ കാണിക്കുന്ന ലെറ്റർ. അപ്പോൾ നമുക്കിവിടെ ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് പറഞ്ഞു. ഇവിടെ ഫോഴ്സ് കണ്ടെത്താനുള്ള ഇക്വേഷൻ നമുക്കറിയാം. നമ്മൾ ഗ്രാവിറ്റേഷനിൽ പഠിച്ചു. വെയിറ്റ് കണ്ടെത്താൻ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചു. അത് F = mg എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട് വെയിറ്റ് കണ്ടെത്താൻ. ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഇവിടെ ഈ ഒബ്ജക്റ്റിൻ്റെ ഫോഴ്സ് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അത് വരുന്നത് ഫോഴ്സ് കിട്ടുന്നത് നമുക്കിവിടെ 30 ന്യൂട്ടൺ ആണ് നമുക്കിവിടെ ഫോഴ്സ് കിട്ടുന്നത്. 30 അല്ല 300 ആണ്. ഇവിടെ 30 മാസിൻ്റെ ജീന് നമുക്ക് കാൽക്കുലേഷൻ സിമ്പിളാക്കാൻ 9.8 ഉള്ളത് 10 ആയി കൺസിഡർ ചെയ്താൽ നമുക്കിവിടെ 300 ന്യൂട്ടൺ ആണ് നമ്മുടെ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി വർക്ക് എങ്ങനെ വരും? 300 ന്യൂട്ടൺ ഇൻറ്റു 50. ഫസ്റ്റ് കേസിൽ നമുക്ക് കിട്ടുന്ന വർക്ക് എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? 15,000 ആണ് നമുക്ക് കിട്ടിയ വർക്ക് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് കേസിൽ നമുക്ക് ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ജി തന്നെയാണ് ഫോഴ്സ് കണ്ടെത്താൻ ഇക്വേഷൻ. അവിടെ മാസ് 50 ആണ് കേസിൽ, 10 ആണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ദെൻ 500 ആണ് നമുക്ക് കിട്ടിയ ഫോഴ്സ് എന്ന് പറയുന്നത്. ദെൻ അവിടുത്തെ വർക്ക് സെക്കൻഡ് കേസിലെ വർക്ക് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ 500 ഇൻറ്റു 50 എത്രയാണ്? 25,000 ആയിരിക്കും നമുക്ക് ഈ സെക്കൻഡ് കേസിലെ വർക്ക് എന്ന് പറയുന്നത്. സോ ഏത് കേസിലാണ് കൂടുതൽ വർക്ക് നടന്നത് നമുക്ക് പറയാൻ സാധിക്കുക? സെക്കൻഡ് കേസിൽ മാസ് കൂടിയ ഒബ്ജക്റ്റിനെ പുഷ് ചെയ്യാനാണ് കൂടുതൽ വർക്ക് അവിടെ പുഷ് ചെയ്യുന്ന സമയത്താണ് കൂടുതൽ വർക്ക് നടന്നു എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു വർക്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടർ നമുക്ക് ആര് പറയാം? മാസ് ആണ്, അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഫോഴ്സ് ആണ്. നമ്മൾ ഏത് കേസിലാണോ കൂടുതൽ ഫോഴ്സ് ചെയ്യേണ്ടി വന്നത് ആ കേസിലാണ് നമുക്ക് കൂടുതൽ എന്ത് കിട്ടിയത്? വർക്ക് കിട്ടിയത്. അത് ഫോഴ്സ് എന്തിൽ നിന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? വർക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണെന്ന് നമുക്ക് പറയാം. ഈ നെക്സ്റ്റ് ഒരു കേസ് നോക്കാം. നെക്സ്റ്റ് a child pushes an object of mass 30 kg across a horizontal floor through 20 meter. ഇവിടെ 30 kg ഉള്ള ഒരു മാസുള്ള ഒബ്ജക്റ്റിനെ 20 മീറ്റർ നിന്നുണ്ട് ഒരു കുട്ടി പുഷ് ചെയ്യുന്നുണ്ട്. അനദർ ചൈൽഡ് പുഷ് സെയിം ഒബ്ജക്റ്റ് ത്രൂ 30 മീറ്റർ. ഈ സെയിം ഒബ്ജക്റ്റിനെ 30 കിലോ ഉള്ള സെയിം ഒബ്ജക്റ്റിനെ മറ്റൊരു കുട്ടി 30 മീറ്ററിലേക്കാണ് പുഷ് ചെയ്യുന്നത്. ഓൺ ദ സെയിം ഫ്ലോർ സെയിം സ്പീഡ്. Both of them give the same speed of 4 moving object. Who pushes the object to a greater distance? ആരവിടെ കൂടുതൽ ദൂരം അതിനെ പുഷ് ചെയ്തുള്ളത്? സെക്കൻഡ് ബോയിയാണ്. സെക്കൻഡ് ബോയ് 30 മീറ്ററിലേക്കാണ് പുഷ് ചെയ്യുന്നത്. സോ ഇവിടെ കൂടുതൽ വാട്ട് അബൌട്ട് ദ ഫോഴ്സ് അപ്ലൈഡ് ബൈ ദം? സെയിം എന്തായിരിക്കും? ഫോഴ്സാണ് അവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. കാരണം രണ്ടും ഒരേ മാസാണ്. ഇൻ ദി കേസ് who did the greater work? പക്ഷേ ആരായിരിക്കും കൂടുതൽ വർക്ക് ചെയ്തത് ആരാന്ന് പറയാം. ഇവിടെ എന്തിലാണ് ചേഞ്ച് വന്നിട്ടുള്ളത്? ആ ഒബ്ജക്റ്റിനെ പുഷ് ചെയ്തിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റിലാണ്, അതിൻ്റെ ദൂരത്തിലാണ് ചേഞ്ച് വന്നിട്ടുള്ളത്. സോ ഇവിടെ ആരാ കൂടുതൽ വർക്ക് നടത്തിയെന്ന് പറയാം നമുക്ക്? സെക്കൻഡ് ബോയാണ്. അത് 30 മീറ്ററിലേക്ക് പുഷ് ചെയ്തിട്ടുള്ള ആളാണ് കൂടുതൽ വർക്ക് നടത്തിയത് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ വർക്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന മറ്റൊരു ക്വാണ്ടിറ്റി ആരാ നമുക്ക് പറയാം? ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വർക്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റൊരു ക്വാണ്ടിറ്റി. ഫസ്റ്റ് ക്വാണ്ടിറ്റി ഫോഴ്സ് ആയിരുന്നു. ദെൻ സെക്കൻഡ് ക്വാണ്ടിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് ആണ്
നമുക്ക് വർക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റൊരു ക്വാണ്ടിറ്റി നമുക്ക് പറയാം. ഫോഴ്സ് വരുന്ന സമയത്ത് അത് മാസ് ഡിഫറെൻ്റ് ആയ സമയത്ത് ആ മാസ് കൂടിയതിൻ്റെ മുകളിൽ നമ്മൾ കൂടുതൽ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും അതിനെ പുഷ് ചെയ്യാൻ. സോ അവിടെ കൂടുതൽ വർക്ക് നടന്നു എന്ന് നമുക്ക് പറയാം. സെക്കൻഡ് കേസിൽ സെയിം ഫോഴ്സാണ് നമ്മൾ അപ്ലൈ ചെയ്തെങ്കിലും ആ ഒബ്ജക്റ്റിനെ ഡിഫറെൻറ്റ് ഡിസ്പ്ലേസ്മെൻറ്റിലേക്കാണ് നമ്മൾ പുഷ് ചെയ്തത്. സോ അതുകൊണ്ടാണ് സെക്കൻഡ് കേസിൽ വർക്ക് ഇൻക്രീസ് ചെയ്തത്. സോ അതുകൊണ്ട് ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും വർക്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് നമുക്ക് പറയാം. സോ ഒരു വർക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. വർക്ക് കണ്ടെത്താനുള്ള ഇക്വേഷനാണ് ഡബ്ല്യു ആണ് വർക്കിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. കണ്ടെത്താനുള്ള ഇക്വേഷൻ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്പ്ലേസ്മെൻറ്റിനെ എസ് എന്ന ലെറ്റർ കൊണ്ടാണ് യൂസ് ചെയ്യുന്നത്. ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ്. ഇഫ് എ ഫോഴ്സ് ഓഫ് എഫ് ന്യൂട്ടൺ is applied continuously on a body and the body undergo a displacement of s meter in the direction of the force. When the work done by the applied force is W is equal to F into S. അവിടെ കൊടുത്തിട്ടുണ്ട് എ ഫോഴ്സ് ഓഫ് 10 Newton is applied continuously on a body. The body undergoes a displacement of 2 meter. Find the magnitude of work done by the force. അതിൽ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഡയറക്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. 10 Newton ഫോഴ്സ് അപ്ലൈ ചെയ്തു, 2 meter ആണ് ഉണ്ടായിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്. ദെൻ അത് അപ്ലൈ ചെയ്ത ഫോഴ്സിൻ്റെ അതേ ഡയറക്ഷനിൽ. ദെൻ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് 10 into 2 ഇസ് ഈക്വൽ ടു 20 Newton meter. അത് വർക്ക് ഡണിൻ്റെ യൂണിറ്റാണ് ന്യൂട്ടൺ മീറ്റർ അല്ലെങ്കിൽ നമുക്കതിന് ജൂൾ എന്നും പറയാം. യൂണിറ്റ് ഓഫ് വർക്ക് ഇസ് ന്യൂട്ടൺ മീറ്റർ ഓർ ജൂൾ. ഈ രണ്ട് യൂണിറ്റ് നമുക്ക് വർക്കിന് എക്സ്പ്രസ് ചെയ്യാം. ഇവിടെ 1000 ജൂൾ ഇസ് ഈക്വൽ ടു 1 കിലോ ജൂളാണ്. 1000 ജൂൾ എന്ന് പറഞ്ഞാൽ 1 കിലോ ജൂളാണ് വരുന്നത്. ഇത്രയുമാണ് നമുക്ക് വർക്കുമായി റിലേറ്റ് ചെയ്ത് നമുക്ക് ഇൻട്രൊഡക്ഷനായിട്ട് പഠിക്കാനുള്ളത്. ഇനി നമുക്കിതിലെ വർക്കിനെ പോസിറ്റീവ് വർക്കായിട്ടും അതുപോലെ നെഗറ്റീവ് വർക്കായിട്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാനുണ്ട്. അതൊന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്നോട് പറഞ്ഞു ഫോഴ്സ് അപ്ലൈ ചെയ്ത് സെയിം ഡയറക്ഷനിലാണ് വർക്ക് നടക്കുന്നത്. ഇപ്പോൾ നമുക്ക് വർക്ക് നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. അത് ഫസ്റ്റ് വൺ ആണ് പോസിറ്റീവ് വർക്ക്, സെക്കൻഡ് വൺ നെഗറ്റീവ് വർക്ക്. പോസിറ്റീവ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ഡയറക്ഷനിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തു, ആ ഡയറക്ഷനിൽ തന്നെ ഒബ്ജക്റ്റിന് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ വർക്കിനെ നമുക്ക് പോസിറ്റീവ് വർക്കായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ നമ്മളൊരു ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്തു, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ടാണ് വർക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് പറയാവുന്നതാണ് നെഗറ്റീവ് വർക്ക് എന്ന് പറയുന്നത്. ഫോഴ്സ് അപ്ലൈ ചെയ്ത് സെയിം ഡയറക്ഷനിലാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വർക്കിനെ പോസിറ്റീവ് വർക്കായിട്ടും, ഫോഴ്സ് അപ്ലൈ ചെയ്ത ഡയറക്ഷന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒബ്ജക്റ്റിന് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ നെഗറ്റീവ് വർക്കായിട്ടും നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇനി നിങ്ങൾ ബുക്കിലൊരു എക്സ്പെരിമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതൊരു ടേബിളിൻ്റെ മുകളിൽ ഒരു ബുക്ക് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ആ ഒബ്ജക്റ്റിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കും? നമ്മൾ ഗ്രാവിറ്റേഷൻ പഠിക്കുന്ന സമയത്ത് പറഞ്ഞു, ഇവിടെ വേറെ നമ്മളിതിനെ പുഷ് ചെയ്യുകയൊന്നും ചെയ്യുന്നില്ല, ഒരു ടേബിളിന് മുകളിൽ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടേ ഉള്ളൂ. ആ ഒബ്ജക്റ്റ് അവിടെ അങ്ങനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റിൻ്റെ മുകളിൽ ആ ഒബ്ജക്റ്റിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കും പറഞ്ഞു? ഏതൊരു ഒബ്ജക്റ്റിൻ്റെ മുകളിലും ഗ്രാവിറ്റേഷൻ എന്തുണ്ടാകും? ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ മുകളിൽ ഏത് ഫോഴ്സ് ഉണ്ടാവും? എർത്തിലേക്കുള്ള ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാവും. ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ മുകളിൽ നമുക്ക് ഇവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ് ആ ഒബ്ജക്റ്റിനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റ് നമുക്ക് ലിഫ്റ്റ് ചെയ്യണം. ഈ ഒബ്ജക്റ്റ് നമുക്ക് മുകളിലോട്ട് ലിഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഒരു ഫോഴ്സ് അവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും. ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഈ ഒബ്ജക്റ്റിന് എത്രത്തോളം വെയിറ്റ് ഉണ്ട്, ആ വെയിറ്റിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് കൊടുക്കുമ്പോഴാണ് നമുക്ക് ആ ഒബ്ജക്റ്റിനെ നമുക്ക് ഉയർത്താൻ സാധിക്കുകയുള്ളൂ. അതിവിടെ നമ്മൾ പഠിച്ചു, ഗ്രാവിറ്റേഷണൽ ചാപ്റ്ററിൽ പഠിച്ചു, ഒരു ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രാവിറ്റേഷൻ കാരണം അതിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ അതിൻ്റെ വെയിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അത് കണ്ടെത്താനുള്ള ഇക്വേഷനാണ് mg എന്ന് പറയുന്നത്. ആ ഒബ്ജക്റ്റിൻ്റെ മാസും പിന്നെ എർത്തിലേക്കുള്ള ഗ്രാവിറ്റേഷനും കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് അതിൻ്റെ വെയിറ്റ്. അപ്പോൾ നമുക്കിവിടെ ഒരു ഒബ്ജക്റ്റിന് മുകളിൽ ഒരു ടേബിളിന് മുകളിൽ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് ആ ഒബ്ജക്റ്റിന് ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ഒബ്ജക്റ്റിന് ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അതിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഈ ഒരു ഫോഴ്സിനെ ഒപ്പോസ് ചെയ്യുന്ന ഈ ഫോഴ്സിൻ്റെ സെയിം മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ഈ ഫോഴ്സിനേക്കാളും കൂടുതൽ മാഗ്നിറ്റ്യൂഡിൽ നമ്മളൊരു ഓപ്പോസിറ്റ് സൈഡിലൊരു ഫോഴ്സ് കൊടുത്താൽ മാത്രമേ നമുക്ക് ഈ ഒബ്ജക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇവിടുന്ന് ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഈ ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് ആ വെയിറ്റിനെ
ഓപ്പോസിറ്റ് ആയിട്ടുള്ള അത്രത്തോളം ഫോഴ്സ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒബ്ജക്റ്റിനെ നമുക്ക് ഇവിടുന്ന് ലിഫ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന് മുകളിൽ, ഒരു ടേബിളിന് മുകളിൽ വെച്ചിരിക്കുന്ന ഒബ്ജക്റ്റിന് മുകളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ഏതാണ്? അവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അത് ഏത് ഡയറക്ഷനിലോട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്? ഡൗൺവേർഡ് ഡയറക്ഷൻ, ടുവാസ് എർത്തിലേക്ക് ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് അത് എർത്തിലേക്ക് അട്രാക്ട് ചെയ്യാണ്. സോ ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് ആ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. നമ്മൾ ആ ഒരു ഒബ്ജക്റ്റിനെ അപ്പോൾ നിങ്ങൾ ബുക്കിൽ ഫില്ല് ചെയ്യാനുണ്ട്, അത് ഫില്ല് ചെയ്യുക അതിൻ്റെ കൂടെ. ദെൻ നെക്സ്റ്റ് നമുക്ക് പറയാം, ഈ ഒരു ഒബ്ജക്റ്റ് നമുക്ക് ലിഫ്റ്റ് ചെയ്യണം. ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇഫ് എ ബോഡി ഈസ് റൈറ്റ് ടു ബി ത്രൂ ഒരു എച്ച് മീറ്ററിലേക്ക്, നമ്മൾ എത്ര മീറ്റർ ആണെന്ന് പറഞ്ഞില്ല, ഒരു എച്ച് മീറ്റർ, ഇപ്പോൾ ഇത്രയും ഹൈറ്റ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ എച്ച് മീറ്ററിലേക്ക് നമുക്ക് ഈ ഒബ്ജക്റ്റിനെ നമുക്ക് ലിഫ്റ്റ് ചെയ്യണം. ആ ലിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എത്രയാണോ അതിന് ആ സെയിം മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡിനേക്കാളും കൂടുതൽ മാഗ്നിറ്റ്യൂഡിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഒരു ഫോഴ്സ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രമേ നമുക്ക് ഏത് ഡയറക്ഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും? ഈ അപ്വേർഡ് ഡയറക്ഷനാണ്. ഇവിടെ ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഡൗൺവേർഡ് ഡയറക്ഷനിലോട്ടാണ്. സോ അതിനെ അപ്പോസ് ചെയ്യുന്ന അപ്വേർഡ് ഡയറക്ഷനിലോട്ട് നമ്മൾ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒബ്ജക്റ്റിനെ എച്ച് മീറ്ററിലേക്ക് നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. സോ നമ്മളുടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ട ഫോഴ്സ് എത്രയായിരിക്കും? അത് F=mg ആണ്. കാരണം ഇതിൻ്റെ വെയിറ്റ് എത്രയാണോ ആ വെയിറ്റിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആ സെയിം മാഗ്നിറ്റ്യൂഡിലുള്ള ഒരു ഫോഴ്സ് കൊടുത്താൽ മാത്രമേ നമുക്ക് ഇവിടുത്തെ ഈ ഒരു ഒബ്ജക്റ്റിനെ ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ആ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ് F=mg എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കവിടെ വർക്ക് നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റിനെ ലിഫ്റ്റ് ചെയ്യാൻ നമ്മൾ എത്രത്തോളം വർക്ക് കൊടുത്തതെന്ന് നമുക്ക് എങ്ങനെ നോക്കാം? ഇത് നമുക്ക് പറഞ്ഞു വർക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? വർക്ക് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? എച്ച് മീറ്ററിലോട്ടാണ് നമ്മൾ ഒബ്ജക്റ്റിനെ, ഈ കേസിൽ എച്ച് മീറ്ററിലോട്ട് നമുക്ക് ഒബ്ജക്റ്റിനെ ലിഫ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അവിടെ ഇപ്പോൾ നമ്മൾ കൊടുക്കേണ്ട ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഫോഴ്സ് എന്ന് പറയുന്നത് mg ആണ്. അതായത് ഒബ്ജക്റ്റിൻ്റെ വെയിറ്റിന് ഈക്വൽ ആയിട്ടുള്ള ഫോഴ്സാണ് നമ്മളവിടെ കൊടുക്കേണ്ടത്. സോ ആ എഫിന് നമുക്ക് എന്ത് എഴുതാം? ഇവിടെ mg എന്ന് എഴുതാം. ദെൻ എസ് എന്നുള്ളത് ഡിസ്പ്ലേസ്മെൻറ്റ് പറഞ്ഞത് എച്ച് മീറ്റർ ആണ്. ദെൻ അത് mg എച്ച് എന്ന് പറയും. എച്ച് മീറ്ററിലേക്കാണ് നമ്മൾ ഒബ്ജക്റ്റിനെ ഉയർത്തുന്നത്, ലിഫ്റ്റ് ചെയ്യുന്നത്. സോ നമുക്കവിടെ ആ സമയത്ത് വർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ് mg h എന്ന് പറയുന്നത്. എച്ച് പറഞ്ഞാൽ ഇപ്പോൾ 10 മീറ്ററിലേക്കാണ് നമ്മൾ ലിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ എച്ച് എത്ര ആയിരിക്കും? 10 മീറ്റർ ആയിരിക്കും വരുന്നത്. സോ വർക്ക് ഡൺ ഒരു ഒബ്ജക്റ്റിനെ ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷനാണ് work=mg h എന്ന് പറയുന്നത്. When a body is raised to a height h, the work done against gravitational force would be W=mg h. mg h ആയിരിക്കും അവിടുത്തെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്, എ ബുക്ക് ഓഫ് മാസ് 100 gram is raised to the top of the table of height 1 meter. ഒരു ടേബിളിന് മുകളിൽ 100 gram മാസുള്ള ഒരു ബുക്സ് ഉണ്ട്. അതിനെ നമ്മൾ 1 മീറ്ററിലേക്ക് നമ്മൾ ലിഫ്റ്റ് ചെയ്യാണ്. സോ നമുക്കിവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട് വാല്യൂസ്? ഇവിടെ നമുക്ക് ഹൈറ്റ് തന്നിട്ടുണ്ട് 1 മീറ്റർ ആണ്, വെയിറ്റ് തന്നിട്ടുണ്ട്, മാസ് തന്നിട്ടുണ്ട് 100 gram. Then find the magnitude of the work done by the applied force against the gravitational force. സോ ഇവിടെ നമുക്ക് ഗ്രാവിറ്റേഷൻ നമുക്ക് 10 ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി 10 ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാസ് കിലോഗ്രാമിലാണ് നമുക്ക് വേണ്ടത്, ഇവിടെ ഗ്രാമിലേ തന്നിട്ടുള്ളൂ. സോ ആദ്യം മാസിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ദെൻ എത്ര പേര് നമുക്ക് മാസ്? 0.1 kg ആണ് നമ്മുടെ മാസ് എന്ന് പറയുന്നത്. ദെൻ W നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്? mg h ആണ് നമുക്ക് അവിടെ നടത്തുന്ന വർക്ക് ഡൺ കാൽക്കുലേറ്റ് ഇക്വേഷൻ. മാസ് 0.1, ഹൈറ്റ് 1 മീറ്റർ ആണ്, ഇൻറ്റു 10 ആണ് വരുന്നത്. സോ എത്രയാണ്? 1 ജൂൾ ആണ് വരുന്നത്. ദാറ്റ് മീൻസ് എന്താ ഉദ്ദേശിക്കുന്നത്? 1 ജൂൾ എന്ന് പറഞ്ഞാൽ 1 ജൂൾ ഇസ് ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ടു റൈസ് എ ബോഡി ഓഫ് മാസ് 100 gram ത്രൂ എ ഹൈറ്റ് ഓഫ് 1 മീറ്റർ. 100 gram വെയിറ്റ് വരുന്ന ഒരു ഒബ്ജക്റ്റ്, 100 gram മാസ് വരുന്ന ഒരു ഒബ്ജക്റ്റിനെ 1 മീറ്ററിലേക്ക് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ അവിടെ ചെയ്യേണ്ട വർക്ക് ഡൺ ആണ് 1 ജൂൾ എന്ന് പറയുന്നത്. 1 ജൂളിൻ്റെ ഒരു ഡെഫിനേഷനാണ്. 1 ജൂൾ ഇസ് ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ടു റൈസ് എ ബോഡി ഓഫ് മാസ് 100 gram ടു എ മീറ്റർ ഓഫ് 1 ഹൈറ്റ് ഓഫ് 1 മീറ്റർ. 1 മീറ്റർ ഹൈറ്റിലേക്ക് 100 gram ഉള്ള ഒരു മാസുള്ള ഒരു ഒബ്ജക്റ്റിനെ റൈസ് ചെയ്യാൻ നമ്മളവിടെ ചെയ്യേണ്ട വർക്ക് ഡൺ ആണ് 1 ജൂൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇപ്പോൾ നമ്മൾ ഒരു ഹൈറ്റിലേക്ക് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ അറ്റ് ഹൈറ്റ് എച്ചിലേക്ക് നമ്മൾ ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടെത്താനുള്ള ഇക്വേഷൻ W=mg h ആണ്. അതായത് ആ ഒബ്ജക്റ്റിൻ്റെ
വെയ്റ്റിന് ഓപ്പോസിറ്റ് വെയിറ്റ് എത്രയാണോ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു ആ സെയിം മാഗ്നിറ്റ്യൂഡിൽ വരുന്നൊരു ഫോഴ്സ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഗ്രാവിറ്റേഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒബ്ജക്റ്റിനെ ലിഫ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. സോ നമ്മൾ ഇതുവരെ വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ പഠിച്ചു. വർക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് ഫോഴ്സ്, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു. അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻസൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വർക്കിന് നമുക്ക് പോസിറ്റീവ് വർക്കും നെഗറ്റീവ് വർക്കായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണെന്നുള്ളത് അതുപോലെ ബാക്കി പോർഷൻസും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കവർ ചെയ്യാം. സോ മറ്റു ക്ലാസ്സിൽ കാണാം. ഹാവ് എ നൈസ് ഡേ.